കാർഡിലേക്ക് സ്വാഗതം. വയനാട് വെറ്റിനറി കോളേജിൽ SFI പ്രവർത്തകർ ഉൾപ്പെട്ട റാഗിംഗ് കേസിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഫ്രറ്റേണിറ്റി പ്രവർത്തകനായ വിദ്യാർത്ഥിക്കും തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ച് പിതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വെൽഫെയർ പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിലെ ട്രഷററുമായ സജീദ് ഗാലിക്കാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജ് അധികൃതർ, കോളേജിലെ SFI പ്രവർത്തകർ, കഴക്കൂട്ടം പോലീസ് എന്നിവരിൽ നിന്നുണ്ടായ മോശം അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. കോളേജ് അധികൃതരുടെ സമീപനം കാരണം മകന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തതും വ്യാജ പരാതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച സംഭവവും സജീദ് ഗാലിദ് വിവരിക്കുന്നു. എല്ലാവിധ തെമ്മാടിത്തരങ്ങൾ കാണിച്ചാലും SFI ക്യാമ്പസിൽ കൂടുതൽ സീറ്റുകൾ എങ്ങനെ നേടുന്നു എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെനിക്ക് പറയാനുള്ള ഒരു അനുഭവമുണ്ട്. 2018 എന്റെ മൂത്ത മകൻ മുഹ്സിൻ +2 കഴിയുന്നത്. ബിരുദ പഠനത്തിന് അവൻ തന്നെ സെലക്ട് ചെയ്ത സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി. കിട്ടിയത് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ. ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ക്യാമ്പസ് തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്ന ദിവസം ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും SFI ഗുണ്ടകൾ ID കാർഡുകൾ വാങ്ങിവെക്കുന്നു. അതിനിടയ്ക്ക് അധ്യാപക സംഘടനാ ഗുണ്ടകളുടെ പരസ്യ സഹായവുമുണ്ട്. ഫ്രറ്റേണിറ്റി പ്രവർത്തകനായ എന്റെ മകൻ അവിടെ സ്ഥാനാർത്ഥിയായി ജനറൽ സീറ്റിൽ മത്സരിക്കണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. ID കാർഡില്ലാതെ നോമിനേഷൻ സാധ്യമല്ല. അവൻ ID കാർഡ് വാങ്ങിയ സീനിയർ വിദ്യാർത്ഥികളോട് ID കാർഡ് ആവശ്യപ്പെടുന്നു. അവർ നൽകുന്നുമില്ല എന്ന് മാത്രമല്ല, അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതറിഞ്ഞ് പേരന്റ് എന്ന നിലയിൽ ഞാൻ നേരിട്ട് കോളേജിലെത്തി. പ്രിൻസിപ്പാളിന് രേഖാമൂലം എന്റെ മകൻ റാഗിങ്ങിന് വിധേയമായതായും ID കാർഡ് പിടിച്ചു പറിക്കപ്പെട്ടതായും പരാതി നൽകി. ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിന് പുറത്ത് പരാതിയുടെ രസീതിനായി തുടർ നടപടികൾക്കുമായി കാത്തു നിൽക്കെ ഒരു സംഘം വിദ്യാർത്ഥികൾ എന്റെ സമീപത്തെത്തി. എന്തിനാണ് വന്നത്? നിങ്ങളെ കാണാനല്ല, പ്രിൻസിപ്പാലിനെ കാണാനാണ് വന്നത് എന്ന് ഞാൻ അവരോട് ആക്ഷേപനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരിൽ ഒരാളുടെ കയ്യിൽ ഞാൻ 10 മിനിറ്റ് മുൻപ് പ്രിൻസിപ്പാലിന് നൽകിയ പരാതിയുടെ കോപ്പിയും ഉണ്ടായിരുന്നു. ഏതായാലും അധിക സമയം കഴിയും മുൻപ് വീണ്ടും പ്രിൻസിപ്പാൽ എന്നെ വിളിച്ചു. റാഗിംഗ് പരാതി ആയതിനാൽ പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യുന്നു. മകനെ പോലീസ് വിളിപ്പിക്കുമെന്നും പറഞ്ഞു. SFIക്കാർ പിടിച്ചു പറിച്ച ID കാർഡ് ക്ലാസ്സിൽ HOD എത്തിക്കും എന്നും പറഞ്ഞു. മകൻ ക്ലാസ്സിലേക്കും ഞാൻ തിരിച്ചും പോകാനിറങ്ങി. ഞാൻ കോളേജ് ക്യാമ്പസ് കടക്കുന്നത് വരെ എന്റെ പിന്നാലെയും പോകുന്ന വഴിയിൽ വശങ്ങളിലുമായി ഒരു സംഘം വിദ്യാർത്ഥികൾ എന്നെ പ്രകോപിപ്പിക്കാൻ കൂവുകയും മറ്റ് പല കോപ്രായങ്ങൾ കാട്ടുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ ഓഫീസിലെത്തിക്കെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ മകനെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. താങ്കളുടെ മൊഴിയും വേണമെന്ന് പറഞ്ഞാണ് ഫോൺ. കഴക്കൂട്ടത്ത് ഞാൻ എത്തണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഞാൻ പുറപ്പെടും മുൻപ് തന്നെ കാര്യവട്ടത്തും കഴക്കൂട്ടത്തുമുള്ള വെൽഫെയർ പാർട്ടി പ്രവർത്തകരാരെങ്കിലും സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു വിളിച്ചു. കണിയാപുരത്തുള്ള സിയാദും മുംതാസും സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും മകനെ പോലീസുകാർ സമ്മർദ്ദപ്പെടുത്തി പരാതി പിൻവലിച്ചതായി എഴുതി വാങ്ങിയിരുന്നു. സിയാദും മുംതാസും എത്തും മുമ്പ് തന്നെ 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവനെ വരുതിയിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ SHOയുടെ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചു. മുറിയിൽ കയറിയതും എന്റെ നേരെ SHO ആക്രോശം, മൂലയിലോട്ട് മാറി നിൽക്കട എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഭാവഭേദം കാട്ടാതെ കസേര വലിച്ചിട്ട് SHOയുടെ മുന്നിലിരുന്നു. ഞാൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞോടെ SHOയുടെ എടാവിളി സാർ എന്ന വിളിയായി മാറി. സാറിനെതിരെ കാര്യവട്ടം കോളേജിലെ ഒരു പെൺകുട്ടിയുടെ പരാതി കിട്ടിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ കുട്ടിയെ ജാതി പേര് വിളിച്ചു എന്നാണ് പരാതി. ഭാഗ്യം പീഡനമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, സർ കേസ് എടുത്തോളൂ. ഉടനെ SHO ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കള്ളപ്പരാതിയാണ് എന്നറിയാം. അല്ലെങ്കിൽ തന്നെ നേരത്തെ കണ്ടുപോലും ഒരു പരിചയമില്ലാത്തയാളെ ജാതി പേര് വിളിക്കാൻ എങ്ങനെ കഴിയും എന്നുകൂടി SHO പറഞ്ഞു. ഏതായാലും മകൻ പരാതി പിൻവലിച്ചു. ഇന്ന് നോമിനേഷൻ ദിവസമല്ലേ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മത്സരിച്ചില്ലെങ്കിൽ സാറിനെ തന്നെ ക്ഷീണമാകും. നോമിനേഷൻ നൽകാൻ എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ നൽകാം എന്ന് പറഞ്ഞ് അവനെ പോലീസ് വാഹനത്തിൽ കോളേജിൽ തിരിച്ചെത്തിച്ചു. ഞാൻ പാർട്ടി പ്രവർത്തകരോടൊപ്പം കോളേജിന് സമീപത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും മുഹസിൻ പുറത്തു വന്നു. നോമിനേഷൻ നൽകാൻ വരണാധികാരികളുടെ ഓഫീസിൽ കയറാനാകുന്നില്ല. 50-ലധികം പെൺകുട്ടികൾ വാതിൽ ഉപരോധിച്ചിരിക്കുന്നു. അവൻ തന്നെ നേരെ പുറത്തുള്ള SHOയുടെ കാര്യം പറഞ്ഞു. 3 വനിതാ പോലീസുകാരടക്കമുള്ള പോലീസ് സംഘം ക്യാമ്പസിലെത്തി. മകനെ വരണാധികാരിയുടെ ഓഫീസിലെത്തിച്ചു. അപ്പോൾ സമയം 2 മണി. വരണാധികാരി സ്ഥലത്തില്ല. 3 മണി വരെയാണ് നോമിനേഷൻ സമയം. 3:10 വരെ വരണാധികാരി വന്നില്ല. 3:10 എത്തി വരണാധികാരി പറഞ്ഞു, നോമിനേഷൻ സമയം കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട SFIക്കാർ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ്, വർഗീയത തുലയട്ടെ എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ക്യാമ്പസ് മുഴുവൻ ചുറ്റിക്കറങ്ങി.